വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റനും ടീമിനും ചെന്നൈ ആരാധകർക്കും സുഖമായി ഉറങ്ങാം. കണക്കുകൂട്ടലുകളുടെ ടെൻഷനില്ല. KKR പരാജയപ്പെടുമോ, പഞ്ചാബ് പരാജയപ്പെടുമോ, രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുമോ, പരാജയപ്പെട്ടാൽ എത്ര റൺസിന് പരാജയപ്പെടും, ഇതൊന്നും നോക്കി കാത്തിരിക്കേണ്ടതില്ല. അത്രയ്ക്കും അതിദാരുണമായാണ് ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഗുജറാത്തിൻ്റെ സ്വന്തം തട്ടകത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെട്ടത്. നിർണായകമായ അവസാന 2 മത്സരങ്ങളിലും അതിദയനീയ പരാജയം തന്നെയായിരുന്നു. ഇന്ന് ചില മാറ്റങ്ങളുമായിട്ട് തന്നെയാണ് ചെന്നൈ ഇറങ്ങിയത്. ടോസ് ലഭിച്ച് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിങ്ങിന് അയച്ചതു മുതൽ പിഴവുകൾ അവിടെ തുടങ്ങി എന്ന് വേണം പറയാൻ. 2ാം ഓവറിൽ തന്നെ ജോൺസന്റെ ബൗളിങ്ങിൽ ബോൾ കൊണ്ട് കൈവിരലിന് പരിക്ക് പറ്റി സഞ്ജു സാംസൺ പുറത്തു പോകുന്നു. സഞ്ജുവിന് പകരം ഉറുവിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനം ഏറ്റെടുക്കുന്നു. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ആദ്യ വിക്കറ്റ് വീഴ്ത്താൻ 13ാം ഓവർ വരെ ചെന്നൈ സൂപ്പർ കിങ്സിന് കാത്തിരിക്കേണ്ടി വന്നു എങ്കിൽ ഗുജറാത്തിന് അത്രയൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, ആദ്യ ഓവർ ബൗൾ ചെയ്യാനെത്തിയ സിറാജിന്റെ ആദ്യ ബോളിൽ തന്നെ സഞ്ജു സാംസന്റെ വിക്കറ്റ് നേടിയെടുക്കുന്നു. വിക്കറ്റ് കീപ്പർ ബട്ട്ലറുടെ കൈകളിലെത്തിച്ചാണ് സഞ്ജു സാംസന്റെ ആ വിക്കറ്റ് നേടിയെടുത്തത്. മുൻനിരയെ പാടെ മുഹമ്മദ് സിറാജ് തകർത്തു കളഞ്ഞപ്പോൾ മധ്യനിരയെ തകർക്കേണ്ട ഉത്തരവാദിത്വം റാഷിദ് ഖാനായിരുന്നു. അത് റാഷിദ് ഖാനും വളരെ കൃത്യമായി നിർവഹിച്ചു. പവർ പ്ലേയിൽ മുഹമ്മദ് സിറാജ് സഞ്ജു സാംസനെയും ഗെയ്ക്വാദിനെയും ഉറുവിൽ പട്ടേലിനെയും മടക്കിക്കൊണ്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ശക്തമായി തിരിച്ചടി നൽകിയത്. പതിവ് പോലെ ഇന്നും ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഓപ്പണർമാർ സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തുയർത്തി. ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത് 12.2 ഓവറിൽ 125 റൺസിലെത്തി നിൽക്കുമ്പോഴാണ്. 67 റൺസെടുത്ത ഗില്ലിൻ്റെ വിക്കറ്റായിരുന്നു ജോൺസന്റെ ബൗളിങ്ങിൽ ചെന്നൈ നേടിയെടുത്തത്. സായ് സുദർശൻ സെഞ്ചുറിയിലേക്ക് പോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് 85 റൺസിൽ പുറത്താകുന്നത്. ഇന്നത്തെ മത്സരത്തിലും ഗുജറാത്തിൻ്റെ ക്യാപ്റ്റനും സായ് സുദർശനും തമ്മിൽ ഓറഞ്ച് ക്യാപ്പിനുള്ള ഒരു മത്സരയോട്ടമായിരുന്നു. അവസാനം അതിൽ വിജയിക്കുന്നത് സായ് സുദർശൻ തന്നെയാണ്. 2ാം സ്ഥാനത്ത് ഗില്ല് നിലകൊള്ളുന്നു. 3ാം സ്ഥാനത്തുള്ളത് വൈഭവ് സൂര്യവംശിയാണ്. ക്യാപ്റ്റൻ ഗെയ്ക്വാദിന് പകരം ഇന്ന് ഓപ്പണറായി എത്തിയത് മാത്യു ഷോട്ടാണ്. മാറ്റങ്ങൾക്കൊന്നും കാര്യമായി ഫലമുണ്ടായില്ല എന്നുള്ളതാണ് ഖേദകരം. ആദ്യ ബോളിൽ തന്നെ സഞ്ജു സാംസന്റെ വിക്കറ്റ് നഷ്ടമായപ്പോൾ 230ലേക്ക് ബാറ്റിങ്ങിനിറങ്ങിയ ചെന്നൈക്ക് സമ്മർദ്ദത്തിലേക്ക് പോകേണ്ടി വന്നു. 2ാം ബോളിൽ തന്നെ ക്രീസിലെത്തിയ ക്യാപ്റ്റൻ ഗെയ്ക്വാദ് പതിവിന് വിപരീതമായാണ് ഇന്ന് ബാറ്റിംഗ് തുടങ്ങിയത്. ആദ്യ ഓവറിൽ തന്നെ മനോഹരമായ 2 ബൗണ്ടറികൾ സിറാജിനെതിരെ നേടിയെടുക്കാൻ ക്യാപ്റ്റന് കഴിഞ്ഞു. പക്ഷേ ആ ഇന്നിങ്സിനും അധിക ആയുസ്സുണ്ടായില്ല. മാത്യു ഷോട്ടും പ്രതീക്ഷ നൽകി 24 റൺസിൽ പുറത്തായി. കാർത്തിക് ശർമ്മയുടെ ഒരു അനാവശ്യ റണ്ണൌട്ട് അതില്ലായിരുന്നെങ്കിൽ പരാജയഭാരം അല്പമെങ്കിലും കുറക്കാമായിരുന്നു ചെന്നൈക്ക്. ഗുജറാത്ത് ക്യാപ്റ്റൻ ഗില്ലിന് നേരെ കളിച്ച ഒരു ബോൾ ഒരു അനാവശ്യമായി തന്നെയാണ് ആ റണ്ണൌട്ട് ചോദിച്ചു വാങ്ങുന്നത്. അത്രയും മികച്ചൊരു ഫീൽഡറായ ഗില്ലിൻ്റെ കൈകളിലേക്ക് പന്ത് തട്ടിയിട്ട് ഓടാൻ എവിടുന്ന് ധൈര്യം കിട്ടിയെന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകർ ചിന്തിക്കുന്നത്. ഒരു മുഴുനീളൻ ഡൈവിലൂടെ റണ്ണൌട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം കാർത്തിക് ശർമ്മ നടത്തിയെങ്കിലും ബാറ്റ് എയറിലായതുകൊണ്ട് തന്നെ ആ വിക്കറ്റ് അവിടെ അമ്പയർ അനുവദിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഗില്ലിൻ്റെ അത്യുജ്വല ഫീൽഡിംഗ്, അത്യുജ്വല ത്രോ നിർണായക വിക്കറ്റും നേടിയെടുത്തപ്പോൾ 5 വിക്കറ്റ് നഷ്ടവുമായി പാടെ തകർന്നു പോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ശിവം ദൂബെ ക്രീസിലെത്തുന്നത്. ശിവം ദൂബെ കളിച്ച വെറും 17 ബോളിൽ 4 സിക്സും 4 ഫോറും അടക്കം 47 റൺസ് എടുത്തുകൊണ്ട് കരുത്ത് കാട്ടിയപ്പോൾ അല്പമെങ്കിലും ചെന്നൈ ആരാധകർക്ക് ഗാലറിയിൽ ആഘോഷിക്കാൻ സാധിച്ചു. പക്ഷേ ആ ഒരു ആഘോഷ നിമിഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു സമയത്തും ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈക്ക് ആഘോഷിക്കാൻ യാതൊരു വകുപ്പും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ 89 റൺസിന്റെ വിജയത്തോടെ ഗുജറാത്ത് ടൈറ്റൻസ് 2ാം സ്ഥാനം ഉറപ്പാക്കി കഴിഞ്ഞു. 1ാം സ്ഥാനത്തുള്ളത് RCB ആണ്. 3ാം സ്ഥാനത്തുള്ളത് സൺറൈസ് ഹൈദരാബാദാണ്. ഇനി ഹൈദരാബാദ് 2ാം സ്ഥാനത്തിലേക്ക് വരണമെങ്കിൽ അടുത്ത മത്സരത്തിൽ വലിയൊരു മാർജിനിൽ വിജയിക്കേണ്ടി വരും. മത്സരം RCBയും സൺറൈസ് ഹൈദരാബാദുമാണ്. സൺറൈസ് ഹൈദരാബാദ് വലിയൊരു മാർജിനിൽ ജയിച്ച് 2ാം സ്ഥാനം പിടിക്കാൻ നോക്കുമ്പോൾ സ്വാഭാവികമായും 1ാം സ്ഥാനത്തുള്ള RCBയുടെ റൺ റേറ്റിന് ഇടിവ് സംഭവിക്കും. ഒരു പക്ഷേ 3ാം സ്ഥാനത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ പ്ലേ ഓഫ് ഉറപ്പിച്ചെങ്കിൽ പോലും RCBയും സൺറൈസ് ഹൈദരാബാദും തമ്മിൽ നടക്കാൻ പോകുന്ന മത്സരം അത് വളരെ കടുത്തതാകും എന്നതിൽ സംശയമില്ല. ചെന്നൈ സൂപ്പർ കിങ്സ് ഈ സീസണിൽ കളിച്ച 14 മത്സരങ്ങളിൽ നിന്ന് 8 പരാജയവും 6 വിജയവുമായി 12 പോയിന്റോടെയാണ് സീസൺ അവസാനിപ്പിക്കുന്നത്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.